വെള്ളയപ്പം വേണോ? വെള്ളയപ്പം. അമേരിക്കയുടെ ഈ നയം നമ്മുടെ പഞ്ചായത്തിന് പ്രശ്നമാവും. എടാ ഈയമ്പുട്ട് പ്രസിഡന്റ് ഇപ്പൊ കുത്തിയിട്ട ചൂട് പുട്ട് കടലക്കറി അതിനാ പഴം 3 എണ്ണം. ഒന്ന് പോടാ പിള്ളേരെ. വെള്ളയപ്പം. ആ പോറിഞ്ച നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് വെള്ളയെ പോയിട്ട് ഈയം പുട്ടിന് മുമ്പിൽ കൂടി പോകരുതെന്ന്. റപ്പായി പോയാ നിനക്കെന്നടാ മാങ്ങാണ്ടി. എന്റെ പോലത്തെ ഉണക്കപ്പൊട്ടല്ലേ ഇത് കേട്ടാ. ഇതേ കുമ്പളങ്ങി ജോനാമത്തായുടെ വെണ്ണയപ്പാ. ആഹാ വേണ വായിൽ വെച്ചാലേ നാക്കലത്തിന്റെ വയറ്റിൽ പോവും. വയറ്റിൽ ഒഴിച്ചിൽ പിടിക്കുന്നു പറഞ്ഞ പോറിഞ്ച. അവൻ അവന്റെ വഴിക്ക് അങ്ങനെ പൊക്കോട്ടെ. അയ്യേ വളിച്ചു ആരുടെ ഈ വാലിബൻ? എന്റെ പ്രസിഡന്റ് വെടിച്ചില്ല സാധനം പുലിക്കോട്ട ഈ വാലിബൻ. 5 പടത്തിനകത്തുനിന്ന് ഒരു വെടിക്കെട്ട് പടം. ഇരുമത്തിരണ്ട് ടാക്കിസിൽ ഇപ്പൊ പാവാട 2ാം പാരല്ലേ? ഇവിടെ ജോസിന് പാരയാവൂ. ജോസിന് പാവാടല്ല ജമ്പറും കൊണ്ടുവന്നാലും രക്ഷയില്ല. ജമ്പർ എന്നൊരു പടം നേരത്തെ വന്നതല്ലേ? അത് ജമ്പറല്ല ബമ്പർ ഇംഗ്ലീഷ്. ഇത് വാലിബൻ പുലിക്കോട്ട ഈ വാലിബൻ. നീ എന്താടാ ഈയമ്പൂട്ട ഈ പറയുന്നത്? പഞ്ചായത്തിന്റെ അനുവാദമില്ലാതെ വല്ലതിക്കുന്നു വന്ന തെണ്ടിക്ക് എന്തോ ആകുന്നു? അമേരിക്കയുടെ കൊക്കിന്റെ കാല് പോലത്തെ കെട്ടറങ്ങൾ നിലമ്പത്തിയില്ലേ? അതുപോലെ അവന്റെ വാലിബന്റെ സെൻട്രൽ പോൾ ഒടിച്ച് കോരിക്കെട്ടി കൊക്കയിലെറിയും സൽഗുണനോ കടുപ്പത്തി കാപ്പി 3 ആയാലോ വാലിബ. 3 ചായ വിരലിടാത്തത്. ഒന്ന് ലൈറ്റ്, ഒന്ന് മീഡിയം, ഒന്ന് കടുപ്പത്തില് വാലിബന്. മുറിവീട് കയ്യിൽ തന്ന് നമ്മൾ അന്നൊന്ന് ആക്കി. ഇപ്പൊ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. നിങ്ങളുടെ വാലിബിനെടുത്ത് കൊക്കേ തള്ളൂന്ന്. പഞ്ചായത്ത് പ്രസിഡന്റ് ആകെ ചൂടില്ല. വാരിക്കെട്ടി കൊക്കയിലെറിയാൻ വാലിബം പൊങ്ങുവോന്നൊരു സംശയം. നാറ്റി കൊടുക്കായിരുന്നല്ലേ? വണ്ടംമേട്ടിന്ന് നടത്തിക്കൊണ്ടുവരുന്ന തൊലിഞ്ഞ ഇറച്ചിക്കാള പോലുണ്ടല്ലടാ നീയെ. കൊറേ ആറ്റി കുടിച്ചാ ഈ പെട്ടിയോട്ടിൽ സൽക്കണം കയറിയത്. പോടാ വീട്ടിൽ പോടാ. ഞങ്ങളുടെ പഞ്ചായത്തില് പെട്ടിയോട്ടോ ഹോട്ടലിലെ പഴത്തൊലി എടുക്കാനാന്നേ. ഇതേ ചെലവ് ചുരുക്കല. മനുഷ്യനെ സ്നേഹിക്കുന്ന പ്രതിനിധികളായിരിക്കണം പഞ്ചായത്ത് പ്രസിഡന്റുമാർ. അതിന്റെ ഭാഗമായി പെട്ടിയോട്ടോ. ഞങ്ങളുടെ പ്രസിഡന്റ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ആനപ്പുറത്താ വരുന്നത്. അയാൾക്ക് സ്വന്തമായിട്ടൊരു ആനയുണ്ടേ. അയാള് പിണ്ടോം കോരും. ആനപ്പാപ്പമാര് പഞ്ചായത്ത് പ്രസിഡന്റുമാരാ അങ്ങനെ ഇരിക്കൂടാ. ദേ സൽഗുണന്റെ ജോയിന്റിൽ ഓയിൽ അടിക്കല്ലേ. നിന്റെ വാലിബൻ ഇവിടെ എത്ര നാൾ കളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ പഞ്ചായത്തിനകത്ത് പന്ത് കളി കുറെ ഞാനും കണ്ടതാണ് മോനെ. ഓ അപ്പൊ റഫറി ആയിരുന്ന? അല്ലടാ കോച്ചായിരുന്നു. നിന്റെ വട്ടയപ്പം പോലുള്ള മോന്ത കൊണ്ട് ഞാൻ പെനാൽറ്റി അടിപ്പിക്കും. ரஜினி ரசிகர் மன்றம் ஐயா. நம்ம ரஜினி உள்ள இருக்கைய. ஐயா வணக்கம் ஐயா. இங்க ரஜினி ரசிகர் மன்றம் ரொம்ப ஸ்ட்ராங்கா வர்றேன். நீங்க மனசு வச்சு உங்க புனிதமான கையாலே ஒரு 500 போட்டா நம்ம கிளப்பில் அண்ணா போட்டோ தங்கம் பூசி பிரேம் பண்ணலாமா? என்ன சொல்ற 500 போய் செம்பு பூசையா. அண்ணா போட்டோவுக்கு சட்டம் தங்கம் தான் பூசுவோம். செம்பு சொல்றதுக்கு நீ யாரா? நான் வெள்ளி பூசையா. கொன்னு சுட்டிடுவேன். என் வழி உனக்கு தெரியாது. போடா. എന്നാലും എന്റെ ശിവമണി 500 ரொம்ப ஜாஸ்தி. ஏய் மச்சான் ஏன் பேரு உனக்கு இப்படி தெரியும்? உன்னை பார்த்தாலே பரமசிவன் மணி கட்டிய மாதிரி இருக்கடா. ஓ மச்சான் நீ நம்ம மச்சானாரன் ஒரு 100 രൂപ തന്നാ മതി. என்ன சொல்ற? എടാ മലയാളി കൊലയാളി. ഭാരத்துக்கு 50 போதும். உங்க பேரு சொல்லலே. ராஜ் ஸ்டைல் ராஜ். லேட்டா சொன்னா ஸ்டைலா சொன்ன. നോക്കണ്ടാ ആ പേപ്പട്ടിനാര് പുലിവാലായി. സപ്ലൈ ഊരിന്നാ തോന്നുന്നു. രാവിലെ എനിക്കൊരു സ്മെൽ അടിച്ചതാ. കാശ് കൂട്ടി കൊടുക്കണമെന്ന്. என்ன ராஜா சிவமணி தேவையா? சொல்லு நாங்க தேவையா? ഇത് நாங்க பாத்துக்கறேன். അയ്യോ നായരെ പുലിവാലാക്കിയോ? നായര് കറണ്ട് ചാർജ് കൂട്ടി. ഇന്നു മുതൽ ₹200. അയ്യോ നായരെ. നായര് ചത്തിട്ടാണെങ്കിലും എന്റെ കറണ്ട് കിട്ടണമെങ്കിൽ ₹200 റൊക്കം, നോ കടം. അടുത്ത് വേറെ 3 ഫേസ് സൗകര്യം ഇല്ലാത്ത കുത്തയാക്ക്. ആരെടാ ഞാൻ അല്ല കുത്തിയ 3 ഫേസിന് നല്ല വോൾട്ടേജ് ആണെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ എന്റെ നല്ല വോൾട്ടേജാ.
ഈ വോൾട്ടേജ് സിനിമ കളിക്കണേലേ കാശ് കൂടുതൽ തരണം. നല്ല വരുമാനമല്ലേ? കൊടുത്തേച്ചങ്ങ് കളിച്ചേച്ചാ മതി. ഓഹോ നായർ സാബ് ഇന്നാ പിടി ചുട്ടപിടി ദുഡ്ഡുക്ക് ചുട്ടയടി 300 200-ന് 300 മൂല വെട്ടി കാശിങ്ങനെ നീ പോ എടാ നീ പോടാ പോയി. എന്താ പേര്? പുഷ്പം. ഞാൻ എത്ര മലഞ്ചെരുവുകളിൽ ഷോ നടത്തിയിരിക്കുന്നു, എത്ര സപ്ലൈ എടുത്തിരിക്കുന്നു. ഇത്രയും പുഷ്ടിമയുള്ളൊരു പേര് പുഷ്പം. പുഷ്പത്തിന് ആങ്ങളമാരൊന്നും ഇല്ലല്ലോ. ഞങ്ങള് 4 പെണ്ണുങ്ങളാ. മൂത്തഴിച്ച കറൂറ്റി കെട്ടിച്ചു. അതിന്റെ ഇളയത് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. നേരെ മൂത്ത തങ്കമണി ഇവിടെ കറണ്ട് സപ്ലൈ ചെയ്യാൻ വന്നൊരു ലൈമാന്റെ കൂടെ ഒരു സഹായത്തിന് പോയിരിക്കാം. എല്ലാം ഈ അച്ഛന്റെ മൂലവട്ടി കാരണം. നല്ല ബെസ്റ്റ് ഫാമിലി. എന്തോ അല്ല ഇനി കൊനയില് ബാക്കിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഏറ്റവും ഇളയത്. ഓ കൊട്ടകൂടമ രാജിന്റെ ശ്രദ്ധയ്ക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. അതുകൊണ്ട് എത്രയും വേഗം സപ്ലൈ കുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയിപ്പൊ ഈ നിൽക്കുന്ന പുഷ്പത്തെയും സപ്ലൈ കുത്താമെന്ന സ്റ്റൈൽ രാജ തന്നെ കൊണ്ടുപോണ്ടി വരുവോ? ബൈ ബൈ വരട്ടെ. കൊച്ചു കള്ളി படையப்ப இளவட்ட நடையப்ப என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்ப ഇതെന്ത് മാത്രം കാശാടാ അവിടെ കരണ്ട് നീ തള്ളിയത്? പുഷ്പത്തിന്റെ മജ്ജയിൽ ഒരു 6 വോൾട്ട് കറണ്ട് അടുപ്പിച്ചാടാ ഞാനിങ്ങ് വന്നത്. അഡീഷണൽ ബില്ല് വരുമോ? വന്നാ നീ കൊടുത്താ മതി, ബില്ല് എന്റെ അല്ലേ. എടാ നിന്റെ 6 വോൾട്ട് ഏറ്റല്ലോ. പുഷ്പം എന്താ ഈ വഴിക്ക്? അതെ, കറണ്ട് ചാർജ് 100 മതി. അതാ ന്യായം. ഞങ്ങളുടെ വാലിബനൊന്ന് കണ്ടാലോ പുഷ്പം, ഫ്രീ ആയിട്ട്? ഓ, അത് ഞാൻ പിന്നെ കണ്ടോളാം. ഇവന്റെ ഒരു സമയേ ഇന്നലെ നല്ല ഹൈ വോൾട്ടേജിൽ അവക്കിട്ട് കൊടുത്ത. നിന്റെ ജാതകത്തിൽ പഞ്ചാരയോഗം ഉണ്ടെന്നാ തോന്നുന്നേ. അത് പിന്നെ ഇല്ലാതെ പറ്റുവാടാ. ചില ആനപ്പാപ്പന്മാരുടെ കാര്യം പറഞ്ഞ പോലെ ഏത് കൃഷ്ണാപ്പിള്ളിയെ ചെന്നാലും ഉണ്ടാവും ഒരു കിളി. എടാ നമ്മുടെ അരിക്കാശ് ഉണ്ടാക്കാനുള്ള ഗതികേട് കൊണ്ടാ അവളെ കറണ്ട് അടുപ്പിച്ചത്. കാശ് തിരിച്ചു വന്നത് കണ്ടാ. നീ കിളിക്ക് കെണി വെച്ച് അവള് കഴുത്തെ തൂങ്ങല്ലേ?